ഹലോ വെൽക്കം ബാക്ക് ടു ജന്നാസ് റെസിപ്പീസ്. ഇന്നത്തെ വീഡിയോയിൽ അടിപൊളി ടേസ്റ്റിൽ ഒരു ചെമ്മീൻ കറിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. നമുക്ക് ചൂട് ചോറിൻ്റെ കൂടെയും ചപ്പാത്തിൻ്റെയും പത്തിരീൻ്റെയും അപ്പത്തിൻ്റെയും ഒക്കെ കൂടെ കഴിക്കാൻ പറ്റിയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ചെമ്മീൻ കറിയാണ്. ഈസിയാണ് ഉണ്ടാക്കാനും, ഒരുപാട് ചേരുവകളൊന്നും ആവശ്യമില്ല, നല്ല ടേസ്റ്റാണ്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. പിന്നെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും, ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഫോളോ ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഈ ചെമ്മീൻ കറി ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ 1/2 കിലോ ചെമ്മീൻ നന്നായിട്ട് ക്ലീൻ ചെയ്തിട്ട് ഒരു ചട്ടിയിലേക്ക് ഇട്ടിട്ടുണ്ട്. ഇതിപ്പോൾ തീരെ ചെറിയ സൈസിലുള്ള ചെമ്മീനാണ്. വലിയ സൈസിലുള്ള ചെമ്മീനാണെന്നുണ്ടെങ്കിൽ ചെമ്മീൻ്റെ വലുപ്പത്തിനനുസരിച്ചിട്ട് 2 or 3 പീസായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി നല്ലതായിരിക്കും. പിന്നെ ഇതിലേക്ക് 2 പച്ചമുളക് ചേർത്തിട്ടുണ്ട്. അതുപോലെ ഒരു തണ്ട് കറിവേപ്പിലയും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കറിയിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ വെളിച്ചെണ്ണ കൂടി ചേർത്തിട്ട് കൈ വെച്ച് നന്നായിട്ട് മിക്സാക്കി യോജിപ്പിക്കാം എല്ലാം കൂടി. നമ്മൾ ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ അതുകൂടി നമുക്ക് ഈ സമയത്ത് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഇത് നന്നായിട്ട് മിക്സ് ആക്കിയതിന് ശേഷം നമുക്കിതൊന്ന് മാറ്റി വെക്കാം. ഇനി ഒരു മിക്സി ജാറിലേക്ക് ഒരു 10-15 ചെറിയുള്ളി ചേർത്ത് കൊടുക്കാം. എരിവിനനുസരിച്ചിട്ടുള്ള കുരുമുളക് ചേർത്ത് കൊടുക്കാം. ഞാൻ 1 ടീസ്പൂൺ മുഴുവൻ കുരുമുളക് ചേർത്തിട്ടുണ്ട്. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് 1 ടീസ്പൂണാണ് ചേർത്തിട്ടുള്ളത്. അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് മുഴുവനായിട്ടുള്ള ഇഞ്ചി വെളുത്തുള്ളി ചേർത്തിട്ട് നമുക്ക് അതും ഇതിൻ്റെ കൂടെ നന്നായിട്ടൊന്ന് ചതച്ചെടുക്കാം. ചതച്ചെടുത്തിട്ടുള്ള ഈ മിക്സ് നമുക്ക് ചെമ്മീനിലേക്ക് ചേർത്ത് കൊടുക്കാം. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആദ്യം തന്നെ നേരിട്ട് നമുക്ക് ഈ ചെമ്മീനിലേക്ക് ചേർത്താൽ മതി. ഇനി ഇതിലേക്ക് പുളിവെള്ളമാണ് ചേർക്കേണ്ടത്. ഒരു ചെറിയ നാരങ്ങ സൈസിലുള്ള പുളി പിഴിഞ്ഞിട്ട് 1/2 കപ്പ് വെള്ളത്തിൽ പിഴിഞ്ഞിട്ട് അതുകൂടി ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം. പുളി ചേർക്കുമ്പോൾ ശ്രദ്ധിച്ചിട്ട് ചേർക്കണം. ഒരുപാട് കൂടിപ്പോയാൽ അത്രയ്ക്ക് അങ്ങോട്ട് ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ എടുക്കുന്ന പുളിക്ക് അനുസരിച്ചിട്ട് നോക്കിയിട്ട് വേണം ചേർക്കാൻ. ഞാനിപ്പോൾ ഒരു ചെറിയ നാരങ്ങ സൈസിലുള്ള പുളി 1/2 കപ്പ് വെള്ളത്തിലൊന്ന് പിഴിഞ്ഞിട്ട് ആ പുളിവെള്ളമാണ് ചേർത്തിട്ടുള്ളത്. ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ആക്കിയതിന് ശേഷം നമുക്കിത് സ്റ്റൗവിൽ വെച്ചിട്ട് നന്നായിട്ട് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല, പുളിവെള്ളം മാത്രമാണ് നമ്മൾ ഇതിലേക്ക് ചേർത്തിട്ടുള്ളത്. ചെമ്മീൻ വെന്ത് വരുന്ന സമയത്ത് തന്നെ ചെമ്മീനിന് ആവശ്യത്തിന് വെള്ളമൊക്കെ ഇതുപോലെ ഇറങ്ങി വരും. കുറച്ച് സമയം കറിയൊക്കെ ഇതുപോലെ ഒന്ന് ചൂടായിട്ട് വരുന്ന സമയത്ത് തന്നെ ചെമ്മീനിൽ നിന്ന് നന്നായിട്ട് വെള്ളം ഇറങ്ങി വന്നിട്ടുണ്ടാവും. നമുക്ക് വീണ്ടും അടച്ച് വെച്ചിട്ട് ഗ്രേവിയൊക്കെ ഒന്ന് വറ്റിച്ചിട്ട് ചെമ്മീനൊക്കെ നന്നായിട്ട് വെന്ത് വന്നാൽ ഒന്നുകൂടി ഒന്ന് മിക്സാക്കി കൊടുക്കാം. അപ്പോൾ ഇതുപോലെ നമുക്ക് ഈ സമയത്ത് കഴിക്കാൻ തന്നെ ഈ കറി നല്ല ടേസ്റ്റാണ്. നമ്മളിതിലേക്ക് ഈ സമയത്ത് കുറച്ച് തേങ്ങാപ്പാൽ കൂടി ചേർക്കുന്നുണ്ട്, കുറച്ചൊരു ഗ്രേവിക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഒരു 1/4 കപ്പ് നല്ല കട്ടിയുള്ള 1/4 പാൽ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം. പിന്നെ ഒരുപാട് സമയം തിളപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല. തേങ്ങാപ്പാൽ ചേർത്തിട്ട് കറി ചെറുതായിട്ടൊന്ന് തിള വന്ന് തുടങ്ങിയാൽ മതി. ആ സമയത്ത് നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് ഉപ്പ് കുറവാണെന്നുണ്ടെങ്കിൽ ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാം. പാകത്തിനുണ്ടോ എന്നൊന്ന് ഈ സമയത്ത് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ കറി ചെറുതായിട്ടും തിള വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഈ സമയത്ത് നമുക്കിതിലേക്ക് ഒരു പച്ചമുളക് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എരിവ് കൂടുതലുണ്ടെന്നുണ്ടെങ്കിൽ പച്ചമുളക് നമുക്ക് സ്കിപ്പ് ചെയ്യാം. പിന്നെ ഒരു തണ്ട് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് 1 ടീസ്പൂൺ വെളിച്ചെണ്ണ, പച്ച വെളിച്ചെണ്ണ ഇതിൻ്റെ മുകളിലൂടെ ഒന്ന് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് കുറച്ച് സമയം ഒന്ന് വെച്ചതിന് ശേഷം കറി ഒന്ന് ചൂടൊക്കെ ഒന്ന് കുറഞ്ഞതിന് ശേഷം കഴിക്കുമ്പോഴാണ് കൂടുതൽ ടേസ്റ്റ് ആയിട്ട് തോന്നുന്നത്. ഇപ്പോൾ ഒരു 10 മിനിറ്റൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഗ്രേവിയൊക്കെ നന്നായിട്ടൊന്ന് ഒന്നുകൂടി ഒന്ന് കുറുകി വന്നിട്ടുണ്ട്. അപ്പോൾ അടിപൊളി ടേസ്റ്റിലൊരു ചെമ്മീൻ കറിയാണ്. നമുക്കിത് ചോറിൻ്റെ കൂടെ മാത്രമല്ല പത്തിരീൻ്റെയും അതുപോലെ ചപ്പാത്തിൻ്റെയും ഒക്കെ കൂടെ കഴിക്കാൻ അടിപൊളിയാണ്. ഞാനിത് ഉച്ചയ്ക്ക് ചോറിൻ്റെ കൂടെ കഴിച്ചിട്ട് ബാക്കിയുള്ളത് രാത്രിയിൽ ചപ്പാത്തിൻ്റെ കൂടെയാണ് കഴിച്ചത്. അടിപൊളിയാണ്. ഇതുവരെ ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. ഈസിയാണ് ഉണ്ടാക്കാനും, ഒരുപാട് ചേരുവകളൊന്നും ആവശ്യമില്ല. അപ്പോൾ ഇതുവരെ ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻ്റായിട്ട് അറിയിക്കുക. നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും, ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് മറ്റൊരു അടിപൊളി റെസിപ്പിയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.